ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളുടെ ബന്ധത്തിന് കൂടുതൽ തെളിവ് തേടുകയാണ് എക്സൈസും പോലീസും. പ്രതി തസ്ലീമയും ശ്രീനാഥ് ഭാസിയുമായുള്ള ചാറ്റ് പുറത്തായി. ഹൈബ്രിഡ് വേണോ എന്ന് ചോദിച്ചപ്പോൾ വെയിറ്റ് എന്നായിരുന്നു നടന്റെ മറുപടി. ഷൈൻ ടോം ചാക്കോയുമായുള്ള ചാറ്റ് ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതേസമയം ചോദ്യം ചെയ്യലിൽ താരങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തുറന്നു പറയാൻ തസ്ലിമ തയ്യാറാകുന്നില്ല. ഡിജിറ്റൽ തെളിവുകൾ നിരത്തിയാണ് എക്സൈസിന്റെ ചോദ്യം ചെയ്യൽ. ഈ ആഴ്ച തന്നെ താരങ്ങൾക്കും എക്സൈസ് നോട്ടീസ് നൽകും. സജോ ദേവസ്യ നമുക്കൊപ്പം ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഒപ്പം റോഷിപാലും നമുക്കൊപ്പം ഉണ്ട്. ആദ്യം സജോ ദേവസ്യയിലേക്ക് പോകാം. ഗുഡ് ഈവനിംഗ് സജോ ദേവസ്യ. കുറച്ച് ദിവസമായി നമ്മൾ കേൾക്കുന്നുണ്ട് ചോദ്യം ചെയ്യാൻ പോകുന്നുവെന്ന്. അതെങ്ങനെയായിരിക്കും? ചോദ്യം ചെയ്യുന്നതിന് ആവശ്യമായുള്ള തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ചും ചില ചാറ്റ്സ് ഒക്കെ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. അതുപോലെ തന്നെ പൂർണ്ണമായും കാര്യങ്ങൾ പറയാൻ തസ്ലീമ തയ്യാറാകാത്ത ഒരു സാഹചര്യമുണ്ട്. താരങ്ങൾക്ക് ലഹരി വിതരണം ചെയ്യുന്ന ഹൈബ്രിഡ് എത്തിക്കുന്ന ആളായിരുന്നോ തസ്ലീമ എന്നതിലേക്ക് എക്സൈസിന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ സജു? സുജയ്, ഇക്കാര്യത്തിൽ നേരത്തെ ഷൈൻ ടോം ചാക്കോയോട് ചോദ്യങ്ങൾ ആരാഞ്ഞപ്പോൾ നടൻ പറഞ്ഞ മറുപടി സുഹൃത്ത് മാത്രമാണ് എന്ന നിലയ്ക്ക് വിശദീകരിക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഇക്കാര്യത്തിൽ നേരത്തെ തസ്ലീമ ഏറ്റവും ആദ്യം പറഞ്ഞ മൊഴിയിൽ താരങ്ങളുമായി ബന്ധമുണ്ട്, ഒപ്പം വാട്സാപ്പിൽ സന്ദേശം അയച്ചിട്ടുണ്ട്, ലഹരി നൽകിയിട്ടുണ്ട്, അതായത് വിലയ്ക്ക് നടത്തിയിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള മൊഴി ആദ്യഘട്ടത്തിൽ പറഞ്ഞതാണ്. പിന്നീട് അതിനെ ഡയലൂട്ട് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി എന്ന് എക്സൈസ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ആലപ്പുഴയിലും ഒപ്പം നേരത്തെ മൂവാറ്റുപുഴയിലും അറസ്റ്റിലായ എക്സൈസിന്റെ അറസ്റ്റിലായ 2 കേസുകളിലും എക്സൈസ് അറസ്റ്റാണ്. അറസ്റ്റിലായ ആളുകൾ സിനിമയിലെ സാങ്കേതിക പ്രവർത്തകർ മുഖേന അല്ലെങ്കിൽ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ മുഖേന ലഹരി താരങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നതാണ്. തസ്ലീമയുടെ കാര്യത്തിൽ നേരിട്ടുള്ള മൊഴിയുണ്ട് താനും. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായ പരിശോധനയിലേക്ക് കടക്കുക എന്നതാണ് ഇപ്പോഴത്തെ തീരുമാനം, എക്സൈസിന്റെ അടക്കം തീരുമാനം. അതായത് കൂടുതൽ താരങ്ങളിലേക്ക് അന്വേഷണം പോകും എന്നതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നേരത്തെ തന്നെ ആദ്യഘട്ടത്തിൽ ഷൈൻ അടക്കം പറഞ്ഞിരുന്നത് തനിക്ക് സിനിമയിലുള്ള സഹപ്രവർത്തകർ തന്നെ ലഹരി എത്തിച്ചു നൽകുന്നു, അതായത് സെറ്റിലേക്ക് ലഹരിയുടെ ഒഴുക്ക് വലിയ തോതിൽ തന്നെ ഉണ്ട് എന്ന് വെളിവാക്കുന്നതായിരുന്നു ആ പ്രതികരണത്തിലടക്കം, ആ മൊഴിയിലടക്കം ഉൾപ്പെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ പരിശോധന ഉണ്ടാകണം എന്ന ആവശ്യം വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടക്കം അത്ര നിർദ്ദേശങ്ങൾ വരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ സെറ്റുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകൾ, താരങ്ങളെ നിരീക്ഷണത്തിൽ വെക്കുക, ഇത്തരത്തിൽ സംശയകരമായ സൂചനകൾ ഇതിനകം ലഭ്യമായിരിക്കുന്ന ആളുകളെയും നിരീക്ഷണത്തിൽ വെക്കുക, അങ്ങനെ സിനിമാ സെറ്റുകളും ഒപ്പം താരങ്ങളെയും കേന്ദ്രീകരിച്ച് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇടനിലക്കാരിലേക്ക്, പ്രത്യേകിച്ച് ഇവിടെ തന്നെ ഷൈൻ ടോം ചാക്ക ഇറങ്ങി ഓടിയ കൊച്ചിയിലെ ഹോട്ടലിൽ തന്നെ സജീർ എന്ന ലഹരി ഇടപാടുകാരനുമായുള്ള സാമ്പത്തിക ഇടപാട് നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ തെളിവുകൾ, അതായത് ഗൂഗിൾ പേ വഴിയും 20,000 രൂപ ഷൈൻ അയച്ചു നൽകിയതാണ്. ഇങ്ങനെ സിനിമാ സെറ്റുകൾ കേന്ദ്രീകരിച്ച് താരങ്ങളെയൊക്കെ കണക്ട് ചെയ്യും വിധം കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകാർ വ്യാപകമായി പ്രവർത്തിക്കുന്നുണ്ട്. അവർ എന്തിനാണ് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ ഇവരുമായി നടത്തുന്നത്, ഒപ്പം പലപ്പോഴും ഇത്തരം ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുന്നത്? അങ്ങനെ ഒരു സംഘം, ഒരു നെറ്റ്വർക്ക് വളരെ സജീവമായി സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ സൂചനകൾ ഇതിനകം തന്നെ എക്സൈസിന്റെയും പോലീസിന്റെയും കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വളരെ വിപുലമായ അന്വേഷണം ഉണ്ടാകും. പലയിടത്തിലേക്കും എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമല്ലോ സജോ. നമുക്കത് റോഷിപാലിനോട് അതേക്കുറിച്ച് കൂടി ചോദിക്കാം. റോഷിപാൽ, ഒരിടത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന്റെ കണ്ണി നീളുന്നത് അടുത്ത ഇടത്തേക്കായിരിക്കും. അത് സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഒരുപക്ഷെ പോകേണ്ടി വന്നേക്കാം. സർക്കാരിന്റെ ഒരു നീക്കം ഇക്കാര്യത്തിൽ എങ്ങനെയാണ് റോഷിപാൽ? സിനിമാ സെറ്റുകളിൽ ശക്തമായ പരിശോധന ഉണ്ടാകുമെന്നത് വാക്കിലൊതുങ്ങുമോ അതോ പ്രവൃത്തിയിലേക്ക് കടക്കുമോ? സുജയ പറയുന്നത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസ് സിനിമാ മേഖലയിലെ മയക്കുമരുന്ന് ഉപയോഗവും മയക്കുമരുന്ന് വിൽപ്പനയും കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആ മേഖലയിൽ നിന്നും ഒട്ടേറെ വിവരങ്ങൾ, മയക്കുമരുന്ന് കൈമാറുന്നതിൻ്റെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് ബംഗളൂരു അടക്കമുള്ള മറ്റ് ഇടങ്ങളിൽ നിന്നും മയക്കുമരുന്ന് കൃത്യമായി സിനിമാ താരങ്ങൾക്ക് എത്തുന്നതിൻ്റെ കൃത്യമായ വഴി അത് കണ്ടെത്തുകയും അതാരാണ് അതിൻ്റെ മൊത്ത വിതരണക്കാരെന്നടക്കമുള്ള സൂചനകൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ സിനിമാ മേഖലയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനകളാണ്. മാത്രമല്ല ആവശ്യമെങ്കിൽ സിനിമാ താരങ്ങളുടെ കാരവൻ ഇടയ്ക്കിടെ പരിശോധിക്കാനുള്ള തീരുമാനവുമുണ്ട്. സിനിമാ സംഘടനകളുടെ സഹായത്തോടെ തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ടിൻ്റെ പ്രവർത്തനം, അതിൻ്റെ പരിശോധനകൾ സിനിമാ മേഖലയിൽ നടത്താനുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഒപ്പം എക്സൈസും സംയുക്തമായി ഈ പരിശോധനയുടെ ഭാഗമാകും. കാരണം സിനിമയിൽ വ്യാപകമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ എളുപ്പത്തിൽ സിനിമ തീർക്കാൻ, കൂടുതൽ കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് സിനിമ തീർക്കുക, കൂടുതൽ സമയം ജോലി ചെയ്യാൻ വേണ്ടിയൊക്കെ MDMA അടക്കമുള്ള സിന്തറ്റിക് മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതായുള്ള കണ്ടെത്തലാണ് പോലീസിനുള്ളത്. ഈ സാഹചര്യത്തിലാണ് കൂടുതൽ ശക്തമായ നിരീക്ഷണവും പരിശോധനയും സിനിമാ മേഖലയിൽ നടത്താനുള്ള തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. സുജയ.
ഓക്കെ, ആർ റോഷിപാലും ഒപ്പം സജോ ദേവസ്യയുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ തുടങ്ങി തസ്ലീമ സുൽത്താനിന്റെ മൊബൈൽ ഫോണിലെ ചാറ്റുകളിൽ നിന്ന് അത് എവിടേക്കൊക്കെ എത്തിച്ചേരും അന്വേഷണം എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ശക്തമായ പരിശോധന ഉണ്ടാകും. ഡി ഹണ്ട് വളരെ ആക്റ്റീവായി തന്നെ മുന്നോട്ട് പോകുമെന്ന് സർക്കാർ സംവിധാനങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. നമുക്ക് എന്തായാലും ഈ വാർത്തയുടെ ഫോളോ അപ്പ് ഉറപ്പാക്കാം.